നമസ്കാരം. ഭാരതത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന രണ്ട് വൻകിട റോഡ് പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ദില്ലി NCR മേഖലയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്ന 6,969.67 കോടി രൂപയുടെ 6 വരി ടണൽ പദ്ധതിയും ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡ് മേഖലയുടെ സാമ്പത്തിക സന്തുലിതാവസ്ഥ മാറ്റിമറിക്കുന്ന 7,145.14 കോടി രൂപയുടെ കാൺപൂർ കബ്രായ് ഗ്രീൻഫീൽഡ് ഹൈവേയുമാണിവ. ആകെ 14,115 കോടി രൂപയുടെ ഈ രണ്ട് പദ്ധതികളും കേവലം യാത്രാ സമയം കുറയ്ക്കുക മാത്രമല്ല, മറിച്ച് രാജ്യത്തെ ചരക്ക് നീക്കം സുഗമമാക്കാനും വ്യവസായ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ ചുവടുവയ്പ്പുകളാണ്. സാധാരണ യാത്രക്കാർക്ക് യാത്രകൾ എളുപ്പമാക്കുന്നതിനൊപ്പം ആഗോള പ്രാദേശിക ബിസിനസ് സംരംഭങ്ങൾക്ക് അതിവേഗത്തിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എത്തിക്കാനും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പുതിയ നിക്ഷേപ ഇടനാഴികൾ തുറക്കാനും ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ദില്ലിയിൽ നിർമ്മിക്കുന്ന 8.1 കിലോമീറ്റർ നീളമുള്ള 6 വരി ടണൽ പാത രാജ്യ തലസ്ഥാനത്തെ ദൈനംദിന യാത്രാക്ലേശം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒന്നാണ്. നിലവിൽ ദ്വാരക, ഗുരുഗ്രാം, ദക്ഷിണ ദില്ലി, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലൂടെയുള്ള യാത്രകൾ സമയക്രമം പാലിക്കാൻ കഴിയാത്ത വിധം ഗതാഗതക്കുരുക്കിൽപ്പെടാറുണ്ട്. പുതിയ ടണൽ യാഥാർത്ഥ്യമാക്കുന്നതോടെ ദ്വാരക എക്സ്പ്രസ് വേ, IGI എയർപോർട്ട്, വസന്ത് കുഞ്ച്, ദക്ഷിണ ദില്ലി എന്നിവിടങ്ങളിലേക്ക് തടസ്സമില്ലാത്ത നേരിട്ടുള്ള കണക്ടിവിറ്റി ലഭ്യമാകും. വരാനിരിക്കുന്ന എയിംസ് മഹിപാൽപൂർ എലിവേറ്റഡ് കോറിഡോറുമായി ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കപാത നോയിഡ, ഗാസിയാബാദ്, കിഴക്കൻ ദില്ലി എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയും സുഗമമാക്കും. ഹൈബ്രിഡ് അന്വിറ്റി മോഡലിൽ നിർമ്മിക്കുന്ന ഈ ടണൽ പദ്ധതി അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മാത്രം ഏതാണ്ട് 7.54 ലക്ഷം തൊഴിൽ ദിനങ്ങൾ നേരിട്ടും 9.8 ലക്ഷം തൊഴിൽ ദിനങ്ങൾ പരോക്ഷമായി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം റിയൽ എസ്റ്റേറ്റ് മൂല്യത്തെ സ്വാധീനിക്കുന്ന മുൻകാല അനുഭവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ ടണൽപാത കടന്നുപോകുന്ന വസന്ത് കുഞ്ച്, ദ്വാരക മേഖലകളിൽ വീടുകളുടെയും വാണിജ്യ കെട്ടിടങ്ങളുടെയും ആവശ്യകതയും വാടക നിരക്കും വലിയ തോതിൽ വർദ്ധിക്കാൻ ഇത് കാരണമാകും. ദില്ലിയുടെ നഗരവികസനത്തിന് ടണൽ വഴിയൊരുക്കുമ്പോൾ ഉത്തർപ്രദേശിന് ലഭിക്കുന്നത് വലിയ സാമ്പത്തിക മുന്നേറ്റത്തിന് കാരണമാകുന്ന 117.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആക്സസ് കൺട്രോൾഡ് ഗ്രീൻഫീൽഡ് ഹൈവേയാണ്. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി മാറുന്ന ഈ പാത ഉത്തർപ്രദേശിലെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളെ മധ്യപ്രദേശിലെ നിർമ്മാണ, ഖനന, കാർഷിക മേഖലകളുമായി നേരിട്ട് ബന്ധിപ്പിക്കും. ദേശീയപാതകളായ NH-34, NH-35 എന്നിവയ്ക്ക് പുറമെ ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ, കാൺപൂർ റിംഗ് റോഡ് എന്നിവയുമായി ഈ പുതിയ ഹൈവേ യോജിക്കുന്നുണ്ട്. ഈ പദ്ധതിയിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമെന്നത് യാത്രാ സമയത്തിൽ വരുന്ന വൻ കുറവാണ്. നിലവിൽ കാൺപൂരിൽ നിന്ന് കബ്രായിലേക്ക് യാത്ര ചെയ്യാൻ 3.5 മണിക്കൂറോളം സമയമെടുക്കുമെങ്കിൽ ഈ ഹൈവേ പ്രവർത്തനക്ഷമമാകുന്നതോടെ അത് വെറും 90 മിനിറ്റായി ചുരുങ്ങും. ഇത് ലോജിസ്റ്റിക്സ് കമ്പനികൾക്ക് വേഗത്തിലുള്ള വിതരണം ഉറപ്പാക്കാനും നിർമ്മാതാക്കൾക്ക് ഗതാഗത ചെലവ് ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കും. യാത്രാ സമയം ലാഭിക്കുന്നതിനുമപ്പുറം വ്യവസായവൽക്കരണം, വെയർഹൗസിംഗ്, റീറ്റെയിൽ വ്യാപാരം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളുടെ സമഗ്രമായ വികസനത്തിനാണ് ഇത്തരം വലിയ റോഡ് ശൃംഖലകൾ അടിത്തറയിടുന്നത്. മികച്ച റോഡുകൾ ഉണ്ടാകുമ്പോൾ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വെയർഹൗസുകളും ലോജിസ്റ്റിക് ഹബ്ബുകളും സ്ഥാപിക്കാൻ താല്പര്യമേറും. അതോടൊപ്പം ഹൈവേകൾക്ക് ഇരുവശത്തുമായി പുതിയ മിക്സഡ് യൂസ് ഡെവലപ്മെൻറ്റുകളും ഹോട്ടലുകളും വരാനുള്ള സാധ്യതകളും വർദ്ധിക്കും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഭാരതം തങ്ങളുടെ ലോജിസ്റ്റിക്സ് ചെലവുകൾ കുറയ്ക്കുന്നതിനും വിപണികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും വേണ്ടി ദേശീയപാത വികസനത്തിന് വലിയ മുൻഗണനയാണ് നൽകുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തന്ത്രങ്ങൾക്ക് കൃത്യമായി അനുയോജ്യമായ രീതിയിലാണ് ഈ രണ്ട് പദ്ധതികളും വിഭാവനം ചെയ്തിരിക്കുന്നത്. ദില്ലി NCRലെ തിരക്കേറിയ കോറിഡോറുകളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ ടണൽ പദ്ധതിക്ക് സാധിക്കുമ്പോൾ ബുന്ദേൽഖണ്ഡ് പോലെയുള്ള വളർന്നു വരുന്ന വിപണികളെ വലിയ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ധമനിയായി കാൺപൂർ കബ്രായ് ഹൈവേ മാറുകയും ചെയ്യും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആഭ്യന്തര വളർച്ച ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കേവലം ആഭ്യന്തര ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ മാത്രമല്ല, മറിച്ച് ആഗോള ഭൗമ രാഷ്ട്രീയത്തിലും സാമ്പത്തിക സന്തുലിതാവസ്ഥയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളവയാണ്. ദില്ലി NCR മേഖലയെയും ഉത്തർപ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന 14,115 കോടി രൂപയുടെ ബൃഹത് റോഡ് പദ്ധതികൾ പോലെയുള്ള ആഭ്യന്തര വികസന മുന്നേറ്റങ്ങളും ഇന്ത്യ സജീവമായി പങ്കാളിയാകുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ പോലെയുള്ള അന്താരാഷ്ട്ര പദ്ധതികളും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും
സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. ആഗോള വ്യാപാര പാതകളിൽ കുത്തക സ്ഥാപിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്കും തങ്ങളുടെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനും ഭാരതത്തിൻ്റെ ഈ പുതിയ മുന്നേറ്റങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ചൈനയുടെ ആഗോള സാമ്പത്തിക അധിനിവേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയാണ്. ഇതിൻ്റെ ഭാഗമായി പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തെ ചൈനയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശനം നേടാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര ലോജിസ്റ്റിക്സ് ചെലവുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുറയ്ക്കുന്നതിനായി ദേശീയപാതകളും ടണലുകളും അതിവേഗ ഇടനാഴികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കുമ്പോൾ അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ കയറ്റുമതി ചെലവ് ഗണ്യമായി കുറയ്ക്കും. ആഗോള വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളോട് വിലക്കുറവിലും ഗുണമേന്മയിലും മത്സരിക്കാൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇത് കരുത്ത് പകരും. ഭാരതത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നത് ചൈനയുടെ ആഗോള വിപണി വിഹിതത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. കൂടാതെ ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ അമേരിക്കൻ സംഘർഷങ്ങളും ഇറാൻ്റെ ഏകപക്ഷീയമായ നിയന്ത്രണങ്ങളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വികസന തന്ത്രങ്ങൾ കൂടുതൽ ആഗോള ശ്രദ്ധ നേടുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ചരക്കു നീക്കത്തിനായി ഇന്ത്യ വിഭാവനം ചെയ്യുന്ന പുതിയ ജല റെയിൽ ഇടനാഴികൾ യാഥാർത്ഥ്യമാക്കുന്നതോടെ ആഗോള എണ്ണവാതക വിപണിയും ചരക്കു നീക്കവും സുഗമമാകും. ഇത് ചൈനയുടെ CPEC പദ്ധതിയുടെ പ്രസക്തി പൂർണ്ണമായും നഷ്ടപ്പെടുത്തും. കോടിക്കണക്കിന് ഡോളർ കടമെടുത്ത് പാകിസ്ഥാനിൽ ചൈന നടപ്പിലാക്കുന്ന പദ്ധതികൾ സാമ്പത്തികമായി ലാഭകരമല്ലതായി മാറുകയും പാകിസ്ഥാൻ കൂടുതൽ കടുത്ത കടക്കണിയിലേക്ക് വീഴുകയും ചെയ്യും. ചൈനയിൽ നിന്ന് ലഭിക്കുന്ന നിക്ഷേപങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന പാകിസ്ഥാൻ്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യയുടെ ഈ ബദൽ സാമ്പത്തിക ഇടനാഴികൾ നൽകുന്ന ആഗോള മത്സരം താങ്ങാൻ ഒരിക്കലും സാധിക്കില്ല. അന്താരാഷ്ട്ര നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വവും വേഗതയുമാണ് പ്രധാനം. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും സുരക്ഷാ ഭീഷണികളും കാരണം ചൈനീസ് ഇടനാഴികളിലൂടെയുള്ള ചരക്കു നീക്കം എപ്പോഴും അപകട സാധ്യത ഉള്ളതാണ്. ഇതിന് പകരമായി ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര വിപണിയെ അത്യാധുനിക ഹൈവേകളിലൂടെയും എക്സ്പ്രസ് വേകളിലൂടെയും പോർട്ടുകളുമായി ബന്ധിപ്പിക്കുമ്പോൾ ആഗോള കമ്പനികൾ ചൈനയെ ഉപേക്ഷിച്ച് ഇന്ത്യയെ ഒരു പ്രധാന നിർമ്മാണ ലോജിസ്റ്റിക്സ് ഹബ്ബായി തിരഞ്ഞെടുക്കുന്നു. ഇത് ചൈനയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ ഒഴുക്ക് തടയുകയും പാകിസ്ഥാന് ലഭിക്കേണ്ടിയിരുന്ന പ്രാദേശിക വ്യാപാര സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഭാരതം കൈവരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിലെ സ്വയം പര്യാപ്തതയും ആഗോളതലത്തിലെ പുതിയ സഖ്യങ്ങളും ചൈനയുടെ സാമ്പത്തിക കുത്തകയെ തകർക്കുന്നതിനൊപ്പം അയൽ രാജ്യമായ പാകിസ്ഥാൻ്റെ സാമ്പത്തിക തകർച്ചയുടെ ആക്കം കൂട്ടാനും കാരണമാകുന്നു. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.